എന്നെപ്പോലെയുള്ള മടിച്ചികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പച്ചമുളക് തൈര് കറി. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3-4 പച്ചമുളക് എടുക്കാം. അത് നടുവെ കീറി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പെടുത്ത് നടുവെ തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു 8-10 പച്ചമുളക് എടുക്കാം കേട്ടോ. ഇവിടെ എരിവ് അധികം താല്പര്യമില്ല, അതാണ് ഞാൻ 3-4 പച്ചമുളകെന്ന് പറഞ്ഞത്. എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ട് ഒരു 3-4 ചെറിയുള്ളി വേണം. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും. എന്നിട്ട് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്ന് പതഞ്ഞ് വരുമ്പം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഉപ്പ് തേച്ച് വെച്ചേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ലോ ഫ്ലെയിമിലാക്കാൻ പറഞ്ഞത് മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണേ, നിങ്ങളത് ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർക്കുക. കായപ്പൊടി ചേർക്കുമ്പം എനിക്ക് ഇവിടെ കൂടുതൽ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ കായം ചേർത്തേക്കുന്നത്. നിങ്ങൾ ഒരു നുള്ളു കായപ്പൊടി ചേർത്താൽ മതിയോ. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വച്ചേക്കുന്ന ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നമുക്കപ്പോൾ കളർ മാറുന്നത് കാണാൻ പറ്റും. ഒന്ന് വഴണ്ട് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ കറിക്ക് ആവശ്യമായ തൈര് എടുക്കുക. നല്ല പുളിയുള്ള തൈര് വേണേ. 3-4 ടേബിൾ സ്പൂൺ പുളിയുള്ള തൈര് നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി പച്ചമുളകിൽ ഉപ്പ് തേച്ചാണ് വെച്ചത്. അപ്പോൾ ആ ഉപ്പ് ഉള്ളത് കൊണ്ട് ഈ തൈരിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനേ ഇടാവുള്ളൂ. ഞാനിവിടെ എൻ്റെ ആവശ്യത്തിനാണ് ഉപ്പിട്ടേക്കണേ. എന്നിട്ട് നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന പച്ചമുളകും ചെറിയുള്ളിയും കൂടെ തൈരിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആഹാ, നമ്മുടെ കറി റെഡിയായല്ലോ. വെറും 2 മിനിറ്റ് മാത്രം മതി ഈ കറി റെഡിയാക്കാൻ. നല്ല ടേസ്റ്റാണ്. പണ്ട് എൻ്റെ അമ്മാമ്മ ഈ തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തൈര് എങ്ങനെ തന്നാലും ഞാൻ കഴിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ ടൈപ്പ് കറികൾ ഉണ്ടാക്കി തരും തൈര് വെച്ചിട്ട്. അങ്ങനെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന കറിയാണ് ഇത്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ചോറുണ്ണാൻ സമയമായി. ഞാൻ ചോറുണ്ണട്ടെ. ഞങ്ങൾക്ക് ഇന്ന് ക്യാരറ്റും ബീൻസും ഉപ്പേരിയും ചീരത്തോരനും പിന്നെ ഞാനിവിടെ ലൂബിക്ക കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ആ ലൂബിക്കയാണ് ഈ ചോറിൻ്റെ കൂടെ ഈ തൈരും ഈ ലൂബിക്കയും ചീരത്തോരനും ക്യാരറ്റും ഒക്കെ ഇട്ട് കുഴച്ച് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാവോ. അപ്പം ഞാനൊന്ന് ചോറുണ്ടിട്ട് വരാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.